ഓർമ്മ നഷ്ടപ്പെട്ട് കുവൈറ്റിൽ നിന്ന് കൊച്ചിയിൽ വിമാനമിറങ്ങിയ സൂരജ് ലാമയെക്കുറിച്ച് ഏതാനും ദിവസം മുമ്പ് ഈ പരിപാടിയിൽ പറഞ്ഞിരുന്നു. കാണാതായ അച്ഛനെ അന്വേഷിച്ച് മകൻ സന്തുൻ ലാമ ഇപ്പോൾ കൊച്ചിയിൽ പ്രതീക്ഷയോടെ തിരയുകയാണ്. സൂരജ് ലാമയുടെ ചിത്രവും വിവരങ്ങളും ഉൾപ്പെടുത്തി നോട്ടീസ് തയ്യാറാക്കിയാണ് സന്തുൻ ലാമയുടെ തിരച്ചിൽ. 140 പേരടങ്ങുന്ന കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെ സൂരജ് ലാമയെക്കുറിച്ച് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. ഓർക്കണം, സൂരജ് ലാമ കുവൈറ്റിൽ മദ്യദുരന്തത്തിന് ഇരയായി ഓർമ്മ നഷ്ടപ്പെട്ട് ബാംഗ്ലൂരുകാരനാണ് സൂരജ് ലാമ. പക്ഷേ അദ്ദേഹത്തെ അവിടെ നിന്ന് ആരോ വിമാനത്തിൽ കയറ്റി കൊച്ചിയിലേക്ക് വിടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് യാതൊരു ഓർമ്മയുമില്ല. അദ്ദേഹം പിന്നീട് കൊച്ചിയിൽ വിമാനമിറങ്ങിയതിന് ശേഷം എവിടേക്ക് പോയി എന്നറിവില്ല. തൃക്കാക്കരയിൽ അദ്ദേഹത്തെ കണ്ട് നാട്ടുകാർ പോലീസിനെ അറിയിച്ചതാണ്. പക്ഷേ അന്ന് സൂരജ് ലാമയാണ് ഇതെന്ന കാര്യം നാട്ടുകാർക്കും അറിവില്ലായിരുന്നു, പോലീസിനും അറിയില്ലായിരുന്നു. പോലീസ് ഒരു ആംബുലൻസിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു കാര്യവും തിരക്കിയതുമില്ല. സൂരജ് ലാമ പിന്നെ അപ്രത്യക്ഷനായതായാണ് പിന്നീട് ലഭിച്ച വിവരം. ഇപ്പോൾ ഇതാ മകൻ അന്വേഷിച്ച് നടക്കുകയാണ്. കുവൈറ്റിൽ ഹോട്ടലുകളൊക്കെ ഉണ്ടായിരുന്ന നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന ആളാണ് ഈ സൂരജ് ലാമ. സൂരജ് ലാമയെക്കുറിച്ച് മകൻ നടത്തുന്ന ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് കൊച്ചിയിലെ റാഫി കരീം തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കാണാം. കുവൈറ്റിൽ നിന്ന് കൊച്ചിയിലെത്തിയ ശേഷം കാണാതായ പിതാവിനായി സന്തൂൺ തിരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്ന് 38 ദിവസമായി. ഇതുവരെ പിതാവ് സൂരജ് ലാമ എവിടെയെന്ന് ഒരു വിവരവുമില്ല. After the habeas corpus being accepted by the High Court has given us an SIT team, a special investigation team. They have also called in the K9 unit also. Along with the K9 unit, the SIT team, there is close to 160 police officers working on this case. And they're not just normal police officers, they are part of the squads and all of that. Each of them are trying their level best to find out where exactly could this person have gone missing. So to answer your question, 100% I know for a fact that that person is in Kerala. സൂരജ് ലാമയെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ വിവരം ലഭിച്ചത് കഴിഞ്ഞ മാസം 10-നാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോലീസ് എത്തിച്ചതായാണ് ചിത്രങ്ങൾ സഹിതം വിവരം ലഭിച്ചത്. എന്നാൽ പിന്നീട് സൂരജ് ലാമ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. This is why we are trying to reach people from Human Rights Association. We are trying to reach out people from migrants, immigration, for people who are doing into people trafficking, human trafficking. We're trying to reach out to these teams because we understand that this person's mental health was not good. He was in the hospital for more than 45 days in Kuwait. കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കളമശ്ശേരി ഭാഗത്തെ CCTV കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. റൂട്ട് മാപ്പ് തയ്യാറാക്കി CCTV പരിശോധിച്ചതിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചില്ല. So that is the most strangest part about this case is how can a person who is mentally disoriented go missing even from the CCTV footage? This can happen due to many reasons, Rafi, be honest. One of the things what police is speculating is maybe he's taken coverage under somebody. He's gone under hiding. ഓർമ്മ നഷ്ടപ്പെട്ട് ആരോഗ്യസ്ഥിതി മോശമായ സാഹചര്യത്തിൽ പിതാവിന് അധിക ദൂരം യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് സന്തൂൺ പറയുന്നു. പക്ഷേ എവിടെ തിരയണമെന്ന് ഈ മകൻ അറിയില്ല. You know, when I left Bangalore telling my mom I will come to Kerala, I will find him and I will come back, Kerala people, Kerala authorities have been very, very helpful, very supportive. Except for a few of them here and there. But apart from that, yes, Kerala people have been very helpful. Even after this, if I'm not able to get any success, Rafi, I really don't know how to answer this question, bro. ഒക്ടോബർ 5-നാണ് ലാമയെ വിമാനത്താവളത്തിൽ നിന്ന് കാണാതായത്. പിതാവിനെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് മകൻ സന്തൂൺ ലാമ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ അന്വേഷണം നടത്താൻ പോലീസിനോട് സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചു. എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണത്തിലും ഫലമുണ്ടായില്ല. പിതാവിനെ കാണാതായി 1 മാസം പിന്നിടുമ്പോഴും അന്വേഷണം തുടരുകയാണ് സാന്റോൺ. പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളൊന്നും ഇതുവരെയും സാന്റോണിന് ലഭിച്ചിട്ടില്ല. പക്ഷേ അന്വേഷണത്തിൽ നിന്ന് പിന്മാറാൻ സാന്റോൺ തയ്യാറല്ല. ക്യാമറ പേഴ്സൺ VS രാഹുലിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.